ഇപ്പോൾ മുഖ്യമന്ത്രി ധർമ്മടം മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലത്തിലെ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഇന്നലെയാണ് അതിന് തുടക്കം കുറിച്ചത്. ഇന്ന് ആദ്യ യോഗം ചെമ്പിലോട് മെട്ടയിൽ എന്ന സ്ഥലത്താണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ സംസാരിക്കുകയാണ്. തത്സമയം LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ദേശീയപാത വികസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രകടന പത്രികയുടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രകടന പത്രിക നമ്മുടെ രാജ്യത്തിലെ വലതുപക്ഷ ശക്തികൾ പറയുന്നത് അത് നടപ്പാക്കാനുള്ളതല്ല, കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയവർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് നടപ്പാക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രധാന നേതാക്കൾ പരസ്യമായി പറഞ്ഞ കാര്യം അതൊന്നും നടപ്പാക്കാനുള്ളതല്ല, അതൊക്കെ വെറും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ്. അപ്പോൾ പ്രകടന പത്രിക നടപ്പാക്കാനുള്ളതല്ല എന്ന വിചിത്രമായ വാദം അവർ പരസ്യമായി ഉന്നയിക്കുക. ഇതാണ് വലതുപക്ഷ സമീപനമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേരെ വിപരീതമായ സമീപനമാണ്. എന്താണോ പറയുന്നത് അത് നടപ്പാക്കുക. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നടപ്പായി എന്നത് നാട്ടുകാർക്ക് വിലയിരുത്തത്തക്ക രീതിയിൽ LDF ഗവൺമെന്റിന്റെ ഒരു വർഷം പൂർത്തിയായപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നാടിന്റെ മുൻപാകെ സമർപ്പിച്ചു. അത് രാജ്യത്തെ ആദ്യത്തെ സംഭവമായിരുന്നു. ഒരു ഗവൺമെന്റ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നടപ്പാക്കി എന്ന് നാടിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതൊരു ഒരു വർഷം കൊണ്ട് അവസാനിച്ചില്ല. രണ്ടാമത്തെ വർഷവും നമ്മളത് ചെയ്തു. പക്ഷെ മൂന്നാമത്തെ വർഷത്തിൽ ചില പ്രയാസം വരാനിടയുണ്ട്. നമുക്ക് തയ്യാറാക്കാനുള്ള പ്രയാസമല്ല, പ്രസിദ്ധീകരിക്കാൻ പ്രയാസം വരാനിടയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണെങ്കിൽ ആ സമയം ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് കുറച്ചൊരു പ്രയാസമുണ്ടാകും. അത് കുറച്ച് ആഴ്ചകളുടേതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റും. ഇത് തുടർച്ചയായി LDF ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ ദേശീയപാത വികസനം പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയൊരു കാര്യമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങി. ഇതിന് ഭൂമി എടുക്കുന്നതാണ് പ്രശ്നം. നമ്മൾ ചെയ്യേണ്ടത് അതാണ്, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതാണ്. സംസ്ഥാന സർക്കാർ ഭൂമി നൽകേണ്ട ജനങ്ങളോട് പൊതുവിൽ പറഞ്ഞു, ഇത് നാടിൻ്റെ ആവശ്യമാണ്, ചെയ്യാതെ പറ്റില്ല, വിഷമമൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനാവശ്യമായ നഷ്ടപരിഹാരം നല്ല നിലക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും സഹകരിക്കണം. അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായത്. ഇപ്പോൾ കേരളത്തിൽ ദേശീയപാത വികസനം നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുമില്ല. കാരണം ഏറെക്കുറെ സ്ഥലം എടുത്തു കഴിഞ്ഞു. നമ്മൾ കാസർഗോഡ് ഭാഗത്താണ് അതിൻ്റെ വികസനം തുടങ്ങുന്നത്. നീലേശ്വരം വരെയുള്ള ഭാഗം ഇപ്പം തന്നെ ടെൻഡർ ചെയ്യുകയാണ്. നേരത്തെ ടെൻഡർ ചെയ്യേണ്ടതായിരുന്നു, കേന്ദ്ര സർക്കാരിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വൈകിപ്പോയത്. അപ്പോൾ തലപ്പാടി ചെങ്കള നീലേശ്വരം ഈ രണ്ട് സെക്ടറും ടെൻഡർ ചെയ്യാൻ പോവുകയാണ്. ഇത് കേരളത്തിലാകെ നടക്കാൻ പോവുകയാണ്. സമയബന്ധിതമായി എരി തീർക്കുന്നതിന് വിഷമമുണ്ടാവില്ല. അപ്പോൾ നടക്കില്ല എന്ന് കരുതിയ ഒരു ഭാഗം ഇതോടെ തീരുകയാണ്. ആ ചിന്ത തന്നെ നമുക്ക് നേരത്തെ നിരാശയിൽ കഴിഞ്ഞിരുന്നവർ നല്ല പ്രത്യാശയോടെ തന്നെ ഇതിനെ കാണാൻ പറ്റുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇവിടെ കൊണ്ട് മാത്രം നിൽക്കുന്നില്ല.
ഇതുകൊണ്ട് മാത്രം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹൃതമാവില്ല. നമ്മുടെ റോഡുകൾ നന്നാക്കാനുള്ള പ്രവർത്തനം അതിനോടൊപ്പമുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ 2 പുതിയ ഹൈവേ വേണം എന്നാണ് സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായി 1267 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ, അത് മലയോരത്തൂടെ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ 657 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ ഹൈവേ. അപ്പോൾ ഈ 2 ഹൈവേകൾ, ഒന്ന് മലയോര ഹൈവേ, ഒന്ന് തീരദേശ ഹൈവേ, പിന്നെ നാഷണൽ ഹൈവേ, ഇതെല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ ഗതാഗത പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാനാവും. ഇവിടെ തീരദേശ ഹൈവേ മുഖ്യമന്ത്രിയുടെ കുടുംബ സംഗമ യോഗത്തിലെ പ്രസംഗമാണ് ഇപ്പോൾ കേട്ടതെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്ട് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ UDFന്റെ ഉപരോധ സമരത്തിൽ സംസാരിക്കുകയാണ്. ഇനി അത് കാണാം. എന്റെ അടുത്ത് വന്ന് കൊണ്ടുവയ്ക്കാൻ അവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലേക്ക് തന്നെയാണ് കാണുന്നത്. ഇതോടൊപ്പം കുറെ കാലമായി കേരളം ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന കാര്യമാണ് ദേശീയ ജലപാത. അത് 599 കിലോമീറ്ററാണ്, കോവളം മുതൽ ബേക്കൽ വരെ. ഈ 600 മീറ്റർ വരുന്ന ജലപാത 1 കിലോമീറ്ററിന്റെ കുറവാണ്. 600 കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ. 599 ആണല്ലോ, അപ്പോൾ 600 എന്ന് പറയുന്നതാണ് നമ്മുടെ സൗകര്യം. 600 കിലോമീറ്റർ നീളത്തിലൊരു ജലപാത എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളെക്കുറിച്ച്, സർക്കാർ ഏറ്റെടുത്ത പദ്ധതികളെക്കുറിച്ച് ഒക്കെയാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ തന്നെ നിയോജക മണ്ഡലമായ ധർമ്മടത്ത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.